സദ്യയിലെ ഓലൻ്റെ പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല കേട്ടോ. ഒരു ചട്ടിയിലേക്ക് നന്നായിട്ട് കഴുകിയിട്ടുള്ള വമ്പയറും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഏകദേശം 90% വെന്ത ശേഷം അതിലുള്ള വെള്ളമൊക്കെ വറ്റിന്ന് ഉറപ്പാക്കിയ ശേഷം അതിലേക്ക് ഞാൻ ഇളവന് കുറച്ച് വലുപ്പത്തിൽ കനം കുറഞ്ഞ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുത്ത ശേഷം രണ്ടാം പാൽ, തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിക്കുക. അതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കട്ടോ. ഒന്ന് കുറുകിയ ശേഷം അതിലേക്ക് നമ്മൾ കട്ടിയുള്ള ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരിക്കലും ഗ്യാസ് ഓൺ ചെയ്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കരുത്. പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.